നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. തച്ചോളി ഉദയനക്കുറുപ്പ് ഇതുവരെ പ്രത്യക്ഷപ്പെടാത്ത ഉദയനക്കുറുപ്പിൻ്റെ ഒരു കഥയാണ്. കരിമല വാഴുന്ന കുഞ്ഞിബാധു തൻ്റെ ഭവനമായ കേക്കൻ മലയിലേക്ക് 4ാമത്തെ പ്രസവത്തിന്, വിവാഹം കഴിഞ്ഞ് കരിമല കോട്ട കയറിയതാണ്, 4ാമത്തെ പ്രസവത്തിന് വീട്ടിൽ ചെന്നു. 12 ആങ്ങളമാരുണ്ട്, ഭാര്യമാരുണ്ട്. പ്രസവം ഒക്കെ കഴിഞ്ഞു, സുഖമായിട്ട് നടന്നു. അപ്പം തൻ്റെ അനിയത്തി കുങ്കിയമ്മയുണ്ട് അവിടെ. രണ്ടുപേരും കൂടി പടിപ്പുരയിൽ ഇരിക്കുന്ന സമയത്ത് പടനാട്ട് തമ്പുരാൻ വന്ന് വിവാഹാലോചനയായിട്ട് വന്നു തൻ്റെ അനിയത്തിക്ക്. അപ്പോൾ ആങ്ങളമാർ പറഞ്ഞു, ഈ ഞങ്ങളുടെ മൂത്ത സഹോദരിയാണ്, പ്രസവം കഴിയട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് വീണ്ടും തമ്പുരാൻ ചോദിച്ചു, പറഞ്ഞു ആ കുട്ടിക്ക് ഒരു 6 മാസം ആയിക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞു. തമ്പുരാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം തന്നെ ഊഴം വഴങ്ങാൻ വരികയാണ് എന്ന് പറഞ്ഞു. അതിനോടിടയ്ക്ക് എന്ത് സംഭവം ഉണ്ടായി, അങ്ങനെ നിർബന്ധമുണ്ട്, അല്ല 6 മാസം കഴിയട്ടെ, അത് കഴിഞ്ഞാൽ കുഞ്ഞിനെ പേരിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വിവാഹം ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. 6 മാസം കൊണ്ട് കഴിഞ്ഞ് 6 മാസം ആയപ്പോഴത്തേക്കും അങ്ങോട്ട് തികയണേ ഉള്ളൂ. അപ്പോഴത്തേക്കും മൂത്ത 2 കുട്ടികൾ കുടിപ്പള്ളിക്കൂടത്തിൽ പോയിട്ട്, എഴുത്തുപള്ളിക്കൂടത്തിൽ പോയിട്ട് അക്ഷരം പഠിക്കാറുണ്ട്. ആ കുട്ടികൾ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പുലികൾ ആക്രമിച്ച് പുലി തിന്നു കുട്ടികളെ. പുലി കടിച്ചു പറിച്ച് തിന്നു. ആ ദുഃഖം തൻ്റെ മൂത്ത 2 പുത്രന്മാരെയും പുലി പിടിച്ചു എന്നുള്ള വിവരം അറിഞ്ഞ് മാധു ചങ്ക് പൊട്ടിത്തകർന്ന് മരിക്കുകയും ചെയ്തു. അപ്പോൾ 3ാമത്തെ മകനായ കുഞ്ഞിക്കണ്ണനും 4ാമത്തെ തൻ്റെ മകളായ ആ കൊച്ചു പെൺകുട്ടി, അവരെല്ലാവരും കൂടി മാധു എന്ന് വിളിച്ചു. മാധുവും വീട്ടിലായി. ആ കുട്ടികളെ നോക്കുന്ന സംരക്ഷണം മുഴുവൻ കുങ്കിയമ്മ ഏറ്റെടുത്തു. വീണ്ടും തമ്പുരാൻ്റെ ഓല വന്നു വിവാഹം ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആങ്ങളമാർ പറഞ്ഞു, കുട്ടികൾക്ക് ഇത്തിരി പ്രായമായിട്ട് പോരെ എന്ന് പറഞ്ഞിട്ട് അവർ ചോദിച്ചു. തമ്പുരാൻ സമ്മതിച്ചില്ല. നിർബന്ധമായിട്ട് ഈ വ്യാഴാഴ്ച ഞാൻ ഊഴം പറയാൻ വരും പറഞ്ഞു. അങ്ങനെ തമ്പുരാനും 300 പടയാളികളും കൂടി ഊഴം പറയാൻ വന്നപ്പോൾ അതിനോടിടയ്ക്ക് ഓല അയക്കാൻ നേരത്ത് കുങ്കിയമ്മ പറഞ്ഞു, ഞാൻ ഈ കുട്ടികളെ നോക്കി ഇവിടെ ജീവിക്കണേ ഉള്ളൂ, എനിക്ക് ഊഴം പറയാൻ വരണ്ടെന്ന് തമ്പുരാനെ അറിയിക്കൂ വിവരം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവരത് ചെയ്തില്ല. അവർ എന്താ വെച്ചാൽ അതിൽ ഭീഷണിയുണ്ട്. തമ്പുരാൻ വന്ന പടയാളികളോടുകൂടി വന്ന് ഈ ആങ്ങളമാരെ 12 ആളെ വെട്ടിക്കൊല്ലും. അതാണ് അവിടുത്തെ അന്നത്തേക്ക് നയം. തമ്പുരാൻ ഊഴം പറയാനായിട്ട് വന്നപ്പോൾ വടിക്കനിൽ കുട്ടികളെ വെച്ച് കിടന്നുറങ്ങുന്ന കുങ്കിയമ്മയെ കണ്ടേ. കുട്ടികളെ വന്ന അമ്മായിമാരോട് എടുത്തുകൊണ്ടോ കുളം വന്ന് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ രാവിലെ പല്ലക്കിൽ തമ്പുരാൻ കുങ്കിയമ്മയെ ബലമായിട്ടൊന്ന് പറഞ്ഞു പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ കുട്ടികളെ നോക്കാം. അപ്പോൾ ഇവർ ആങ്ങളമാർ സഹായിച്ചു. ഞങ്ങൾ 12 ആണുങ്ങളില്ലേ, ഞങ്ങളുടെയൊക്കെ ഭാര്യമാരായിട്ട് 12 സ്ത്രീകളില്ലേ, കുട്ടികളെ നോക്കിക്കോളാം, നീ സമാധാനമായിട്ട് പോക്കോന്നൊക്കെ പറഞ്ഞു. എന്ന് കുങ്കിയമ്മ പോയെങ്കിലും ഇവർ കുട്ടികളെ നോക്കുകയും ചെയ്തിരുന്നു. ചെയ്ത് അമ്മാവന്മാരുള്ളപ്പോൾ അവരും ശ്രദ്ധിച്ചിരുന്നു. ഒക്കെ കഴിഞ്ഞ് വടശ്ശേരി രാജാവിൻ്റെ സംഘത്തിൽ ആങ്ങളമാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, അമ്മായിമാർ കുട്ടികളെ നോക്കേണ്ട ഇട വന്നു. 6 മാസമായ മാധു കരയണമെന്ന് ചെന്ന് കുഞ്ഞിക്കണ്ണൻ പറയുമ്പോൾ എന്താ പറയണേ, ഞാനവളുടെ ഇരുത്തിയോളല്ല എന്ന് പറഞ്ഞ് അമ്മായിമാർ കുട്ടികൾക്ക് ഭക്ഷണമൊന്നും കൊടുക്കാണ്ടായി. അവർ വീട് വിട്ടിറങ്ങിയിട്ട് ഒരു പാണച്ചക്കൻ അവരെ കൊണ്ടുപോയി ഒരു ഊട്ടൂരിലത്ത് കൊണ്ടുപോയി. ഉല്ലക്കാർ പാണൻ്റെ കൂടെ കുട്ടികളെ കണ്ടപ്പോൾ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അവർ പിന്നീട് പോയിട്ടൊരു മല ഇറങ്ങി വരുന്ന ഒരു മലങ്കുറത്തി വന്നവരെ കണ്ടു. നല്ല ഭാഗ്യമുള്ള കുട്ടികളാണല്ലോ. ഭാഗ്യമില്ല കണ്ണൻ പറഞ്ഞ് കരയായിരുന്നു, എൻ്റെ മാധു നിനക്ക് ഭാഗ്യമില്ല, നമ്മളെ പെറ്റ അമ്മ മരിച്ചുപോയി, നമ്മുടെ പോറ്റമ്മ മരിച്ചുപോയി, ഭാഗ്യമില്ല എന്ന് പറയുമ്പോൾ മലങ്കുറത്തി അവരൊക്കെ കൈ നോക്കി മുഖം നോക്കിയൊക്കെ ലക്ഷണം പറയാൻ അറിവുള്ളവരാണ്. വന്നപ്പോൾ ആര് പറഞ്ഞോ നിങ്ങൾ ഭാഗ്യമുള്ള കുട്ടികളാണെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഈ പടനാട്ട് തമ്പുരാൻ്റെ കോവിലകത്തെ പടിപ്പുരയിൽ കൊണ്ടുവന്നിരുത്തി. പടിപ്പുരയിൽ ചെന്ന് ഇരുന്ന കുട്ടികളോട്ടോട്ടം മഴ പെയ്തിട്ട് ഇതിന് മഴയും നനഞ്ഞ് രാവും പകലും ഒന്നുപോലെയൊക്കെ ആയിരിക്കുമ്പോൾ അന്ന് രാത്രിയിൽ കുങ്കിയമ്മ, പടനാട്ട് തമ്പുരാൻ്റെ കെട്ടിലമ്മയായി ജീവിക്കുന്ന കുട്ടികളുടെ ചിറ്റമ്മയായ കുങ്കിയമ്മ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ തൻ്റെ മരിച്ചുപോയ മാധുവേടത്തി വന്ന് പറയുക, നിനക്കിവിടെ സുഖമാണോ കുങ്കിയമ്മയെന്ന് ചോദിച്ചു. സുഖമാണ്, എനിക്കിവിടെ ഒരു സുഖമില്ല, എൻ്റെ കുട്ടികളെ 2 പേരെയും അവർ ഉപദ്രവിക്കുകയാണ്, പടിപ്പുരയിൽ വന്ന് തെണ്ടി തിരിഞ്ഞ് നടന്ന് നിൻ്റെ പടിപ്പുരയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് എന്തിനു പറയണു, വേഗം ആ കുട്ടികൾ അവിടെ നിന്ന് പോയി. അപ്പോഴത്തേക്കും
അവിടെ കുട്ടികളെ 2 വാതിൽ തൂറൊക്കെ ഞാൻ വേഗം തമ്പുരാനോട് പറഞ്ഞു, എവിടെയാണ് കുട്ടികളെന്ന് അറിയില്ലല്ലോ, എനിക്ക് എവിടെയായാലും വേണ്ടില്ല. ഈ സ്വപ്നം അങ്ങോട്ട് കണ്ട വഴിക്ക് കുങ്കിയമ്മ തമ്പുരാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ചേച്ചിയുടെ മക്കളെ, എൻ്റെ പൊന്നു മക്കളെ നല്ല വിധത്തിൽ ജീവിക്കേണ്ടെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ സ്വപ്നത്തിൽ വന്ന് എന്നോട് ചേച്ചി പറഞ്ഞു, കുട്ടികളുടെ കാര്യമൊക്കെ മഹാകഷ്ടം, അമ്മാവന്മാർ അറിയണില്ല, അമ്മായിമാരവർ ഒന്നും കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതിരുന്നിട്ട് അവർ വീട് വിട്ട് ഇറങ്ങി എവിടെ അലഞ്ഞു തിരിയണു എന്നറിഞ്ഞുകൂടാ എന്ന് സങ്കടപ്പെട്ട് എൻ്റെ ചേച്ചി കരയുന്നത് ഞാൻ കണ്ടു സ്വപ്നത്തിൽ. ഇനി കുട്ടികളെ കണ്ടല്ലാതെ ഞാൻ വാതിൽ തുറക്കില്ല എന്നും പറഞ്ഞ് അകത്ത് കയറിയാട്ടാ വാതിലടച്ചു. തമ്പുരാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, ഞാൻ തുറക്കില്ല, ഞാൻ വാതിൽ തുറക്കില്ല എന്ന് തച്ചോളി അങ്ങനെ ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിക്കോട്ട് അങ്ങാടി നഴുകിക്കോടെ പിള്ളേർ രണ്ടും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അപ്പോൾ പയ്യൻവെള്ളി ചന്തുവും കൂട്ടുകാരനായ ഒരു കുങ്കനും കൂടിയിട്ട് അതിൽ നടക്കുന്നു. ഇതാരെ കുങ്ക, ഈ 2 കുട്ടികളെ എവിടുത്താന്ന് അറിയില്ലല്ലോ, നമുക്ക് അന്വേഷിക്കാം എന്ന് കരുതി കുട്ടികളോട് ചെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ കേക്കൻമല വാണ കുഞ്ഞുമാധുവിൻ്റെ മക്കളാണ്, ഞങ്ങൾ കരിമല കോട്ടയിൽ ജനിച്ച് വളർന്നത്, പക്ഷേ ഇന്നെ പോലെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ വഴിക്ക് വേഗം തന്നെ കുട്ടികളെയും കൂട്ടി അവരെ ഇവിടേക്ക് വന്നു. കുങ്കിയമ്മ അപ്പോഴത്തേക്കും പടനാട്ട് തമ്പുരാൻ 4 പുറത്തേക്കും ദൂതന്മാരെ അയച്ചു കുട്ടികളെ തേടി പിടിച്ചു കൊണ്ടുവരാൻ. അപ്പോൾ ഈ കുങ്കി തുറന്ന് പറയുന്നു, എന്ത് ചെയ്താലും ഞാൻ, അതായത് എൻ്റെ ഇവിടെ വാഴുന്ന പുലിനാട് വാണുള്ള നായന്മാരെ, ഈ തമ്പുരാൻ ചെന്ന് നായന്മാരോട് പറയാണ്, എന്തിനായിട്ടാ നിങ്ങൾ വന്നോണ്ടത്, അത് തന്നെ കേട്ടുള്ളെന്ന്. കേക്കൻമല വാണ നായന്മാരെ, ആങ്ങളമാരുടെ വീട്ടിലേക്ക് അവിടെ ചെന്ന് ഞാൻ എൻ്റെ മക്കളെ കണ്ടൊഴിച്ച് ഞാനോ വെള്ളം കുടിക്കയില്ല, ഞാനൊരു തുള്ളി വെള്ളം ഇനി കുടിക്കയില്ല, പള്ളിയറ വാതിൽ തുറക്കയില്ല, പള്ളിയറ വാതിൽ ഞാൻ ഇനി തുറക്കില്ല. അങ്ങനെ പറഞ്ഞ് കുഞ്ഞുഞ്ഞിക്കമ്മ പള്ളിയറ വാതിൽ അടച്ചു പൂട്ടി പള്ളിയറയിൽ നിന്ന് അലമുറയിട്ട് കരയാൻ തുടങ്ങി. 4 പുറത്തേക്ക് ആൾക്കാർ പോയി ഒരു കുട്ടികളെ കണ്ടുപിടിച്ച് ചന്തു ഒരു കുട്ടിയെ കൈ പിടിച്ചു, മറ്റേ കുട്ടി എടുത്തുകൊണ്ട് നിൽക്കണ കണ്ട് അവർ നേരെ പടനാട്ട് തമ്പുരാൻ്റെ കൊട്ടയിൽ വന്നു. ഇവിടെ വന്നു കുട്ടികളെ കൊടുത്തു. തന്മാരോട് പറഞ്ഞ ഏതായി കുട്ടികളെന്ന് ചോദിക്കുന്നു. നടക്കണ കണ്ടപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞ് വേഗം കുങ്കിയമ്മോട് പറഞ്ഞു, ആര് പറഞ്ഞിട്ടും വാതിൽ തുറക്കണില്ല, കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ വിളിക്കുന്നു. എന്നിട്ട് ചന്തു തന്നെ പള്ളിയറ വാതിൽ ചെന്നിട്ട് കുങ്കിയമ്മോട് പറഞ്ഞു, ഞാൻ പയ്യൻവെള്ളി ചന്തു കുട്ടികളെ കൊണ്ടുവന്നേക്കാണ്, ഷെഡിലമ്മ വാതിൽ തുറക്കൂ എന്ന് പറയുകയും വാതിൽ തുറന്ന് കുട്ടികളെ അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇന്നെ പോലെയൊക്കെയാണ്. കണ്ണനോട് ചോദിച്ചു, എന്താ ഉണ്ടായ സംഭവം. അപ്പോൾ കണ്ണൻ പാവം അവനറിയാവുന്ന വിധത്തിൽ പറഞ്ഞു, അമ്മായി പാല് കൊടുത്തില്ല, മാധുവിന് പാല് കൊടുത്തില്ല, ഞാൻ പറഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞിട്ട് പാല് കൊടുത്തില്ല, വിശപ്പ് സഹിക്കാണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഞങ്ങളെ ഒരു പണച്ചക്കൻ സഹായിച്ചത്, മരം കുറത്തി ഞങ്ങൾക്ക് ഭാഗ്യമുള്ള കുട്ടിയെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാക്കി എന്നൊക്കെയുള്ള കഥകൾ ഇതുവരെ ഉണ്ടായ അനുഭവങ്ങൾ കുഞ്ഞിക്കണ്ണൻ പറയുന്ന പോലെ ഒക്കെ പറഞ്ഞു. ചന്തു വേഗം തന്നെ തമ്പുരാനുമായിട്ട് ആലോചിച്ച് തമ്പുരാൻ ഒരു ഓല കൊടുത്തയച്ചു. എവിടേക്ക്? കെക്കൻമലയിലേക്ക്. കെക്കൻമലയിലെ 12 ആങ്ങളമാരോടും കുട്ടികളുടെ 12 അമ്മാവന്മാരോടും, അതായത് കുങ്ങിയമ്മയുടെ 12 ആങ്ങളമാരോട് അവരവരുടെ ഭാര്യമാരെയും കൂട്ടി ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ഓല കിട്ടിയപ്പോൾ ഇവിടെ വിചാരിച്ച കെക്കൻമലയിൽ വെച്ച് എന്തിന് നമ്മളെ പടനാട്ട് തമ്പുരാൻ വിളിക്കണേ, ഞങ്ങളുടെ താഴെയുള്ള പെങ്ങളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയതല്ലേ, ഇപ്പം എന്താണോ വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് നമ്മൾ ഇവർ പോയിട്ട് കുറേ നാളായില്ലേ, നമുക്ക് പാരിതോഷികമൊക്കെ തരാനാവും, കുറേ നാളായില്ലേ, വലിയ തമ്പുരാനല്ലേ, കാശുകാരനല്ലേ എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം ഓലയിൽ എഴുതിയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ കുങ്കിയമ്മയ്ക്ക് നിങ്ങളെയൊക്കെ കാണാൻ കൊതിയായിട്ടാവുന്നു അമ്മായിമാർ, നിങ്ങളെ കൂട്ടി ചെല്ലാനാണ് പറഞ്ഞേക്കണം. അങ്ങനെ അവരെല്ലാവരും കൂടി ഇവിടെ വന്നു. വലിയൊരു സഭയായി. അപ്പൊക്കെ തന്നെ കുട്ടികൾ വന്നപ്പോൾ വലിയൊരു സഭയിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ കുട്ടികളെയും കൊണ്ട് ഒരു ആയമ്മ ഇവിടേക്ക് വന്നു, സഭയിലേക്ക് വന്നു. കുങ്കിയമ്മ കുട്ടികളെ 2 പേരെയും കൊണ്ട്
സഭയിലേക്ക് വന്നു. സഭയിലേക്ക് വന്ന വഴിക്ക് വേഗം പയ്യമ്പള്ളി ചന്തു വേഗം ഈ മാധുവിനെ കയ്യിലെടുത്തു, മറ്റേ കുട്ടിയെ കൈ പിടിച്ചു, രണ്ടുപേരും നിർത്തി എല്ലാ സദസ്സിലുള്ളവരോടൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവരെ ഇന്നാരുടെ കുട്ടികളൊക്കെയാണ്, ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ നല്ല തഞ്ചം പഴച്ചല്ലോ എന്നൊക്കെ തോന്നി ഇരുന്ന് കേട്ടു. ഇതുവരെയൊക്കെ നല്ലതാണല്ലോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കണ്ണനോട് പറഞ്ഞു, എന്താ വീട്ടിൽ നിന്ന് പോരാൻ കാരണം ഒന്ന് പറയുമെന്ന് വന്നു. അപ്പോൾ കണ്ണൻ പറഞ്ഞു, മാധുവിനാരും പാല് കൊടുത്തില്ല, ഞങ്ങളൊന്നും ഇരുത്തിയോളല്ല, മാധുവിൻ്റെ ഇരുത്തിയോളല്ല, വേലക്കാരിയല്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം കാര്യം മനസ്സിലായി. ഉടൻ തന്നെ കുഞ്ഞിനെ വലിയ സ്നേഹത്തോടെ കുഞ്ഞിനെ വാങ്ങാനായിട്ട് അമ്മായിമാരും ഇങ്ങോട്ട് മാറി മാറി വന്നു തുടങ്ങി. പയ്യമ്പള്ളി ചന്തു ഒരാൾക്കും കുഞ്ഞിനെ കൊടുത്തില്ല. കുഞ്ഞിനെ താത്തൂടെ കിടത്തി എന്ന് പറഞ്ഞാൽ താഴെ അങ്ങോട്ട് കിടത്തി മറ്റേ കുട്ടിയുടെ അടുത്തായിട്ട്. എന്നിട്ട് അവിടുന്ന് ആളുടെ വാളങ്ങോട്ട് കയറി. അപ്പോൾ അപ്പോഴേക്കും ആ സഭയിലേക്ക് കുഞ്ഞോദയനൻ വന്നു. തച്ചോളി മാണിക്കോത്ത് മേപ്പയിൽ കുഞ്ഞോദയനൻ, അതായത് തച്ചോളി ചന്തുവിൻ്റെ അമ്മാവൻ, വലിയ പടക്കുറുപ്പ് ഇവിടെ വേഗം വന്നു. അപ്പോൾ ഈ കുട്ടികളുടെ കഥ കേട്ട് ദൂതനെ അയച്ച് പറഞ്ഞു വരുത്തിയിട്ടാണ് വന്നത്. ആ രാജാവ് പടനാട്ട് തമ്പുരാൻ പറഞ്ഞു ദൂത അയച്ചതനുസരിച്ച് വന്നു. ഇവിടെ വന്ന് 2 കുട്ടികളെയും താലോലിച്ചു, സ്നേഹിച്ചു. കുട്ടികളെ ഇതൊക്കെ ആയിക്കഴിഞ്ഞു തന്നു വന്നു. അപ്പോഴത്തേക്കും ചന്തുവിനങ്ങോട്ട് കലി വന്നിട്ട് ഈ 12 അമ്മായിമാരെ വാളങ്ങോട്ട് വിറച്ചു തുടങ്ങി. അത് കഴിഞ്ഞ വഴിക്ക് വേഗം തച്ചോളി ഉദയനനോട് ചെന്ന്, ചന്തു നീയല്ല ഇത് ചെയ്യേണ്ടത്, നീയല്ല ഇതിനൊരു പ്രതിവിധി കാണേണ്ടത് എന്ന് പറഞ്ഞാൽ വാളങ്ങോട്ട് മേടിച്ച് തൻ്റെ ചന്തുവിൻ്റെ വാളുകൊണ്ട് വീശി ഒരൊറ്റ വിട്ടുപോയി. നിരന്നു നിന്ന് അമ്മായിമാരുടെ 12 ആളുടെ തലയും വെട്ടി ഇട്ട കരിക്ക് പോലെ ഇങ്ങോട്ട് വീണു. 12 അമ്മായിമാരെയും ആ സദസ്സിൽ വെച്ച് ഒരൊറ്റ വീട്ടിന് ഉദയനൻ തച്ചോളി മേപ്പയിൽ മാണിക്കോത്ത് വീട്ടിൽ ഉപ്പാട്ടിയമ്മയുടെ 2ാമത്തെ മകൻ ഉദയനക്കുറുപ്പ് കുട്ടികളെ ദ്രോഹിക്കുന്നത് സഹിക്കുമോ? ഇല്ല ഇല്ല ഇല്ല. ഏത് കുട്ടികളായാലും ആരുടെ കുട്ടികളായാലും അദ്ദേഹത്തിന് സ്നേഹമാണ്, വാത്സല്യമാണ്. ഉദയനക്കുറുപ്പ് കുട്ടികളെ ദ്രോഹിച്ച 12 അമ്മായിമാർ ഒരൊറ്റ വെട്ടിന് കഴുത്തങ്ങൾ തെറിച്ചു പോയി. അങ്ങനെ ഉദയനനും കെക്കയിൽ കുഞ്ഞിമാധുവും എന്നുള്ള ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കെക്കയിൽ കുഞ്ഞുമാധുവിൻ്റെ ആങ്ങളമാരായ 12 പേരുടെ ഭാര്യമാരാണ്, അമ്മായിമാരെയാണ് വെട്ടിക്കൊണ്ടത്. എന്തിന്? മരിച്ചുപോയ കുഞ്ഞുമാധുവിൻ്റെ അനാഥരായ പിഞ്ചു കുട്ടികളെ സംരക്ഷിക്കാത്തത്. അതാണ് തച്ചോളി ഉദയനൻ്റെ മനസ്സ്, കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ വാത്സല്യം. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനിയും എന്തുമാത്രം കഥകളാണ് ഉദയനക്കുറുപ്പിൻ്റെ കഥകൾ. തച്ചോളി വീട്ടിലെ മേപ്പയിൽ മാണിക്കോത്ത് ഉപ്പായിയമ്മയുടെ മകൻ, 2ാമത്തെ മകൻ ഉദയനക്കുറുപ്പിൻ്റെ വീരധീര സാഹസിക കഥകളിലൂടെ നമുക്കിനിയും നടക്കാം. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.